ബീഹാറിൽ ഇപ്പോൾ ഇനി പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും വലിയ ആവേശമാണ് ഇപ്പോൾ ഈ അവസാന ലാപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ CPIM പ്രകടന പത്രിക പുറത്തിറക്കിയത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് CPIM അവിടെ പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് CPIM നേതാക്കളുടെ പ്രചരണമുണ്ട്. വലിയ ആവേശം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI രംഗത്ത് വന്നൊരു സാഹചര്യം ബീഹാറിൽ കാണാൻ കഴിയുന്നുണ്ട്. കോൺഗ്രസ് എപ്പോഴും ഇരട്ടത്താപ്പ് കളിക്കുന്നുവെന്നാണ് CPIയുടെ സ്ഥാനാർത്ഥിയായ അബ്ദേഷ് കുമാർ വിമർശിക്കുന്നത്. 2020 കോൺഗ്രസ് കാരണമാണ് BJP ബീഹാറിൽ അധികാരത്തിൽ വന്നതെന്നും അബ്ദേഷ് കുമാർ പറയുന്നു. ഇത്തവണയും അത്തരത്തിൽ ചില നീക്കങ്ങൾക്ക് കളമൊരുക്കുകയാണ് കോൺഗ്രസിന്റെ നിലപാടുകളെന്നാണ് CPIയുടെ സ്ഥാനാർത്ഥിയായ മഹാസഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥാനാർത്ഥി തന്നെ വിമർശിക്കുന്നത്. कांग्रेस तो उसी तरह के लोग न हैं जो हर हमेशा उल्टी पुल्टी करते हैं। महागठबंधन को ये दर्द है कि कांग्रेस के उसी उल्टी पुल्टी के कारण भाजपा आई सत्ता में, और आज फिर वो भाजपा को किसी न किसी रूप में महिमा मंडित करवाने की चाल चल रहे हैं। अगर महागठबंधन कमजोर पड़ा 2020 में हम पलट देते, लेकिन 2020 में हम नहीं पलट सके। हमारे सर्वमान्य मुख्यमंत्री के चेहरे तेजस्वी नहीं बन सके मुख्यमंत्री 2020 में। इस बार हम लोगों ने और आम जनता ने समझ लिया है कांग्रेस की तिक्रम पे फेरे में नहीं पड़ेगा और महागठबंधन की जीत होगी। വിഷ്ണു ബീഹാറിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ബീഹാർ പ്രചരണത്തിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് പോകുമ്പോഴാണ് മഹാസഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിനെതിരെ അവിടെ വിമർശനം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അനുഭവത്തിൽ നിന്നായിരിക്കുമല്ലോ അത്തരത്തിലൊരു വിമർശനം അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ്, നേരത്തെ വലിയ വിമർശനങ്ങൾ നേരിടുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ധാരണകളൊക്കെ പറഞ്ഞുറപ്പിച്ച് പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടും ഇപ്പോഴും കോൺഗ്രസിനെതിരെ വിമർശനങ്ങൾ മഹാസഖ്യത്തിൽ തന്നെ ഉയർന്നു വരുന്നതിന്റെ കാരണം എന്താണ് വിഷ്ണു? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മഹാസഖ്യത്തിൻ്റെ ധാരണ ലംഘിച്ചുകൊണ്ട് CPI മത്സരിക്കുന്ന 3 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ മഹാസഖ്യത്തിൻ്റെ ഒരു ധാരണ അനുസരിച്ചുകൊണ്ട് CPI 9 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2020 6 സീറ്റുകളിലായിരുന്നു മത്സരിച്ചത്. എന്നാൽ 2025 9 സീറ്റുകളിൽ മത്സരിക്കാൻ ധാരണയാകുന്നു. പക്ഷേ ആ 9 സീറ്റുകളിൽ 6 സീറ്റുകളിൽ മഹാസഖ്യം ഒരുമിച്ച് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ 3 സീറ്റുകളുടെ കാര്യത്തിലാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും പിൻവലിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളോട് ഇത്തരത്തിൽ ബച്ചുവാര മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദേഷ് കുമാറാണ് വലിയ രൂക്ഷ വിമർശനം തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. കോൺഗ്രസ് CPIക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുന്ന ഒരു മണ്ഡലമാണ് ബഗുസാരയിലെ ബച്ചുവാര എന്ന് പറയുന്നത്. എന്തായാലും അബ്ദേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് എക്കാലത്തും ഇത്തരം നിലപാടുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ ഇരട്ടത്താപ്പിൻ്റെ ആളുകളാണ് കോൺഗ്രസ്സുകാർ. അവർ ഓരോ സമയവും ഓരോ തലത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് ബീഹാറിൻ്റെ കാര്യമെടുത്ത് കഴിഞ്ഞാൽ 2020 കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാട് കാരണമാണ് മഹാസഖ്യത്തിന് അധികാരത്തിലെത്താൻ കഴിയാതെ പോയത്. അന്ന് കോൺഗ്രസ് ഏകദേശം 70 സീറ്റ് വേണമെന്ന വലിയ വാശി പിടിക്കുകയും ആ 70 സീറ്റിൽ 19 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് ആണ് കഴിഞ്ഞ 2020 മഹാസഖ്യത്തെ തോൽവിയിലേക്ക് പോലും നയിച്ചത് എന്നതാണ് അബ്ദേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെയാണ് 2020 സമാനമായ രീതിയിൽ തന്നെയാണ് 25ലേക്ക് വരുമ്പോഴും മഹാസഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും അത് CPIക്ക് പുറമെ മറ്റ് പാർട്ടികളുടെ മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്താൻ തയ്യാറാകുന്നു. അത്തരത്തിൽ മഹാസഖ്യത്തിൽ തന്നെ ഒരു മത്സരത്തിന് കളമൊരുക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു. അപ്പോൾ CPI ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് 2020 പോലെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJPയെ സഹായിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്കുൾപ്പെടെ കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസ് അല്ല മഹാസഖ്യമായിരിക്കും ജയിക്കുക എന്നൊരു കാര്യം തന്നെയാണ് CPI സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥി നമ്മളോട് പറയുന്നത്. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെതിരെ CPI ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും മനു തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ റാലികളിൽ NDAക്ക് വേണ്ടി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ വലിയ റാലികളും ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് മാഞ്ചി മണ്ഡലത്തിൽ മുതിർന്ന CPIM നേതാവ് അതോടൊപ്പം തന്നെ മുൻ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന ബൃന്ദ കാരാട്ട് 4ഓളം റാലികളിൽ പങ്കെടുക്കുന്നുണ്ട് മനു. ശരി, ഒപ്പം തന്നെ CPIഎമ്മിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് കൂടി പറയാം വിഷ്ണു. കാരണം ഇന്ന് ബീഹാർ നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏറ്റവും കൃത്യമായ രീതിയിൽ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിൽ സുരക്ഷ എന്ന് പറയുന്ന യുവാക്കളെ മുൻനിർത്തിയുള്ള പ്രഖ്യാപനങ്ങൾ, അല്ലേ? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടു കൂടിയാണ് പാട്നയിൽ വെച്ച് ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നുകൊണ്ട് CPIഎമ്മിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. CPIഎം പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യമെന്ന് പറയുന്നത് തൊഴിൽ സുരക്ഷയാണ്. കാരണം ബീഹാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് തൊഴിൽ മേഖലയിലാണ്. കാരണം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മൈഗ്രേഷൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടി ആളുകൾ പോകുന്നൊരു സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ ഇവിടെ തൊഴിൽ സുരക്ഷയ്ക്കുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള പല വാഗ്ദാനങ്ങളുമാണ് CPIഎം പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതും മഹാഗഠബന്ധൻ്റെ പ്രകടന പത്രികയുമായി തുലനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രിക തന്നെയാണ് CPIഎമ്മും പുറത്തിറക്കിയിരിക്കുന്നത്. മഹാസഖ്യത്തിൻ്റെ പ്രകടന പത്രിക പോലെ തൊഴിൽ വാഗ്ദാനം, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുള്ള പല തലത്തിലുള്ള സ്ത്രീ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല പദ്ധതികൾ അതുതന്നെയാണ് CPIഎമ്മിൻ്റെ പ്രകടന പത്രികയിലും വ്യക്തമാക്കുന്നത് മനു. ശരി, വിവരങ്ങളാണ് ഇപ്പോൾ വിഷ്ണു ബീഹാറിൽ നിന്ന് നമുക്ക് തത്സമയം നൽകിയത്. ഏതായാലും ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ അവസാന മിനിറ്റുകളിലേക്ക്, ലാപ്പുകളിലേക്ക് കടക്കുകയാണ്. ഊർജിതമാണ് പ്രചരണ പരിപാടികൾ. വിവരങ്ങളാണ് നൽകിയത്.